ശിവ, നീ എന്നാ തിരിച്ചു പോന്നെ? ഞാൻ നെക്സ്റ്റ് വീക്ക് പോവും. 10 ഡേയ്സിന്റെ ലീവിന് വന്നതാ. ടിക്കറ്റിനൊക്കെ എന്താ വില? ഇതിപ്പോ വന്നിട്ട് 2 ദിവസമായി, ആരും ഒന്നും പറയുന്ന കേൾക്കണില്ല. ചേച്ചി ഒന്നും അല്ലെങ്കിലും ചേച്ചി സ്വന്തം വീട്ടിലല്ലേ നിൽക്കുന്നത്, പിന്നെ എന്തിനാ ഈ വെപ്രാളം കാണിക്കുന്നത്? ഇത് അവളുടെ കൂടെ വീടല്ലേ, അവള് പറയണ്ട ഈ വീട്ടിൽ എന്താ സംഭവിക്കണ്ടെന്ന്. ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്, പ്രത്യേകിച്ചും അമ്മേ. ആ, ഇത് ഞാൻ പറഞ്ഞു തന്നെ ചേട്ടാ. ഇവൻ ജോലിക്ക് പോകുമ്പോ അമ്മേനെ നമ്മൾ നോക്കണം, അത്രേ ഉള്ളൂ. ആ ഉദ്ദേശത്തിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ഞാൻ വിദേശത്ത് ജോലിക്ക് പോകുമ്പം അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് നിർത്തോ? ചോദിച്ചതിന് മറുപടി പറയട്ടമ്മ. എന്റെ ജീവ, എനിക്ക് അമ്മേനെ നോക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഞാൻ ഇവിടെ ആണെങ്കിൽ. ഇതിപ്പോ ഞാൻ അവിടെ ആവുമ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവത്തോണ്ടാ. എന്തോന്ന് സിറ്റുവേഷൻ ചേച്ചി? കഴിഞ്ഞ 1.5 വർഷമായിട്ട് അളിയന്റെ മമ്മി കൂടെ തന്നെയല്ലേ ഉള്ളത്? നീ വെറുതെ പഴംപുരാണം പറയാതെ നിന്റെ മനസ്സിൽ എന്താന്ന് പറ. പഴംപുരാണം അല്ല അമ്മാവ, ഞാൻ ഇനി പറയാൻ പോകുന്നത് അങ്ങോട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. അമ്മയുടെ 24ാമത്തെ വയസ്സിലാണ് അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത്. അന്ന് അമ്മാവനടക്കം പലര് പറഞ്ഞിട്ടും അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചില്ല. അമ്മ അന്ന് മുതൽ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അമ്മ പഠിപ്പിക്കാൻ പോകുന്നിടത്തൊക്കെ തൊട്ടിൽ കെട്ടി ഞങ്ങളെ ഉറക്കിയിട്ടാ അമ്മ പഠിപ്പിക്കാൻ കയറണത്. ആ പഴയ കാര്യങ്ങളൊക്കെ ചേച്ചിക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്റെ പേരിലൊരു സംസാരം വേണ്ട. എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നാ മതി.